വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊറോട്ട ഉണ്ടാക്കുന്നതും അതിന് കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയുമാണ് ഇന്ന് കാണിക്കുന്നത്. പൊറോട്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പൊറോട്ട ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ മൈദാമാവ് സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓയിൽ മാത്രമാണ്. ഞാനിവിടെ പാം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എണ്ണയും ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെ മൈദാമാവ് കുഴച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും എണ്ണയും മാത്രം ഒഴിച്ച് നന്നായിട്ട് നല്ല മയത്തിൽ ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കുക. അതിനുശേഷം ഇതുപോലെ നല്ല മയം വന്നതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇത് ഓരോ ബോളായിട്ട് ഒരു നല്ല വലുപ്പത്തിൽ വേണം. ആ വലുപ്പത്തിൽ നന്നായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കുക. അതും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റേലും മാറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് പാം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എവിടെ ഇട്ടാണോ ഇത് ചെയ്യുന്നത് അവിടെ ഇച്ചിരി പരന്ന സ്ഥലത്തായിരിക്കുമല്ലോ, അപ്പം ഇവിടെ നന്നായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പാം ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അവിടെ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ബോളായിട്ടും എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക ചെയ്യുന്നത്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നൈസായിട്ട് പരത്തി നന്നായിട്ട് കൊടുക്കണം. പരത്തിയതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മളിങ്ങനെ പരത്തി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ച് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിന് കുറേ ലൈൻസ് ഇടുവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിച്ചാത്തി വെച്ചോ ഒരു സ്പൂണ് വെച്ചിട്ടോ നമുക്ക് കീറി കൊടുക്കാം. നടുക്ക് കുറേ ലൈൻസ് ഇട്ട് കൊടുക്കണം. നമുക്കിത് ചുട്ട് വരുമ്പം അതിൻ്റെ ഓരോ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പിച്ചാത്തി വെച്ചിട്ടാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. പിച്ചാത്തി വെച്ച് ചെയ്യുന്നതാണെങ്കിലും മതി. നന്നായിട്ട് ഇതൊന്ന് വരഞ്ഞ് കൊടുക്കുക. നന്നായിട്ട് പരത്തിയതിന് ശേഷം വരഞ്ഞ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ആ വരഞ്ഞ ഭാഗം നമ്മൾ ഇതിലെല്ലാം കൂടെ ഒന്നിക്കുക ചെയ്യുന്നത്. ഒന്നിപ്പിക്കുക എന്ന് വെച്ചാൽ ചുരുട്ടി എടുക്കുക. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോ പാളിയായിട്ട് ഇങ്ങനെ മടക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞങ്ങളിപ്പോൾ ഇത് ഒരുപാട് നൈസായാലും ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ നമ്മളങ്ങനെ എടുത്ത് നന്നായിട്ടൊന്ന് നീളത്തിൽ വലിച്ച് കൊടുക്കണം. എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിധം അതെടുത്ത് നമ്മൾ കയ്യിൽ പിടിക്കുക. കയ്യിൽ പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു കൈ നന്നായിട്ട് നല്ല ഇതിൽ വെക്കണം. നല്ല എണ്ണ ഉണ്ടായിരിക്കണം, എന്നാലേ നമ്മൾ ഒട്ടിപ്പിടിക്കാതെ കയ്യിൽ വരൂ. എന്നിട്ട് ഇതാ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വലിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കൈ ഒരു ചൂണ്ടുവിരൽ നമ്മൾ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് അതിങ്ങനെ ചുരുട്ടി ഇതാ ഇങ്ങനെ ഈ രൂപത്തിൽ അത് ചുരുട്ടിയെടുത്ത് വെക്കുക. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ എടുത്ത് നമുക്ക് മാറ്റി വെക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും അതിന് നല്ല മയം വരും. അത് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓയിലൊഴിച്ച് കുറേ സമയം വെച്ചതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ കൈ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പരത്തി എടുത്താൽ മതി. ചുമ്മാ കൈയുടെ നമ്മുടെ ഈ വശം വെച്ചിട്ട് പരത്തി എടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യണം.
അല്ലാണ്ട് പരത്താനൊന്നും പോകല്ല. അല്ലാതെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങനെ പരത്തണ്ട. നമ്മൾ കൈ വെച്ചിട്ടാണ് പരത്തുന്നത്. ചപ്പാത്തിപ്പലകയിലൊന്നും ഇട്ട് അങ്ങനെ പരത്തുകയൊന്നും വേണ്ട. ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി. കൈ വെച്ച് നമ്മൾ പരത്തിയതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ നന്നായിട്ട് തൂവി കൊടുത്തതിന് ശേഷം ഇത് 2 സൈഡും അപ്പുറവും ഇപ്പുറവും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. നന്നായിട്ട് എന്ന് പറയുമ്പോൾ നല്ല ചുമന്ന 2 ഭാഗം നന്നായിട്ട് ചുമന്നതിന് ശേഷം മാത്രം മറിച്ചിടുക. നമ്മൾ ചുട്ടെടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇത് ഒന്നിച്ച് വെച്ചിട്ടാണ് ഈ കടകളിൽ അടിക്കുന്ന പോലെ തന്നെ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് 2 സൈഡും അടിച്ച് നന്നായിട്ടൊന്ന് നല്ല പൊറോട്ട ഇങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ അതിൻ്റെ ഓരോ ലെയറൊക്കെ വിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടും.
ദാ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു കളറ് വരും. ഇത് വെറും മൈദാമാവ് വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. മുട്ടയൊന്നും ഒഴിക്കണ്ട. മുട്ടയൊന്നും ഒഴിക്കാതെ തന്നെ നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദാ ഇങ്ങനെയാണ്. ഇങ്ങനെ കൈവച്ചിട്ട് അടിച്ചാൽ മതി. ഇതുണ്ടാക്കിയ ശേഷം ഇത് കൈവച്ചടിച്ചാൽ മതി. ഈ ചപ്പാത്തി നമ്മൾ മാവ് കുഴച്ചുണ്ടാക്കി എടുത്ത് വരുന്ന അത്രയും സമയമേ ഇതിനെടുക്കത്തുള്ളൂ. അല്ലാതെ കടയിൽ നല്ല അടിച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ അത്രയും ഒന്നും ഉണ്ടാക്കണ്ട. അങ്ങനെ അടിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ കിട്ടും. കടയിൽ വാങ്ങുന്ന അതേ പൊറോട്ട തന്നെയാണ് നല്ല രുചിയായിട്ടുള്ള. നമുക്ക് വേറെ ഒന്നും ചേർക്കാതെ ഈ 2 ചേരുവകൾ മാത്രം വെച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇനി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിന് ശേഷം നമ്മൾ സവോളയും അരിഞ്ഞു വെച്ച സവോള, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഉപ്പ് ഒരിത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ചുമന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ചേർത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഇതിലേതെങ്കിലും ഒന്നിട്ടാൽ മതി. അത്രയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊരു പേസ്റ്റ് പരുവമായതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ പൊറോട്ടയും മുട്ടക്കറിയും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ചെയ്യുകയും കമൻറ്റ്സ് അറിയിക്കുകയും ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ളവരിലേക്കും ഈ വീഡിയോസ് എത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.